രക്തത്തിന്റെ അടുത്ത പ്രത്യേകത ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഈസ് പ്രൊട്ടക്ടിങ് ബ്ലഡ്. നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രക്തമാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മളെ വായിച്ചു കാണിക്കുന്ന വാക്യത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിസ്രൈമിനെ അധീനതയിലായിരുന്നു ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായിട്ട് വിടുവിക്കുവാൻ തക്കോണം ദൈവം ആഗ്രഹിച്ച് അവസാന ബാധയായിരിക്കുന്ന സംഹാരദൂതൻ അവരുടെ ആദ്യജാതന്മാരെ മുഴുവൻ സംഹരിച്ച് കൊല്ലുവാൻ തക്കോണം ആഗ്രഹിച്ചപ്പോൾ സ്വർഗസ്ഥനാർക്ക് ദൈവം ഇസ്രായേൽ മക്കൾക്കും മിസ്രൈം മക്കൾ തമ്മിലൊരു വേർപാട് വെക്കുവാനിടയായിത്തീർന്നു. ഇസ്രായേൽ മക്കൾ ആവർത്തിക്കുവാൻ തക്കോണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം കൊടുത്തതാർക്ക് നിയമമാണ് അവരെ ഒരു പെസഹ കുഞ്ഞാടിനെ അവർ അറുക്കേണ്ടതാകുന്നുവെന്നും ആ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് ഒരു കിണ്ണത്തിലാക്കി അതിനെ ഈസോപ്പ് തണ്ടുകൊണ്ട് അത് അവരുടേതായിരിക്കുന്ന കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും തളിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് ദൈവം അവ കൊടുത്ത ദൂത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സംഹാരകൻ അന്ന് രാത്രി എല്ലാ ഭവനങ്ങളും കടന്നു പോകാൻ പോകുകയാണ്. ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളും സംഹാരകൻ കടന്നു പോകും. മിസ്രൈമിയ ഭവനങ്ങൾ കടന്നു പോകുന്നത് പോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളും സംഹാരകൻ കടന്നു ചെല്ലും. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിനകത്തേക്ക് സംഹാരൻ കടക്കാതിരിക്കേണ്ടതിന് അവർ ചെയ്തതായിരിക്കുന്ന ഒരു ക്രിയയാണ് രക്തം കൊണ്ട് അവരുടെ കട്ടിൽക്കാൽമേലും കുറുമ്പടിമേലും തളിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ആ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ മനസ്സിലാക്കും ആ ഭവനത്തിനകത്തേക്ക് തനിക്ക് കടക്കുവാൻ അനുവാദമില്ല, ആ ഭവനത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആ പറയപ്പെടുന്ന വേർഡ് ഒഴിഞ്ഞ്. സംഹാരൻ അതിനകത്തേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ അവർ രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നു എന്നുള്ളത് ആ യാഥാർത്ഥ്യം ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.